ഹലോ, നമ്മുടെ ഈ ഒരു പുതിയ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനടക്കം നമ്മൾ ഓരോരുത്തരും ഈ വീഡിയോ കാണുന്നവരൊക്കെ LDCക്ക് വേണ്ടിയിട്ട് പഠിക്കണം. പക്ഷേങ്കിൽ നമുക്ക് അതിനുള്ള സാഹചര്യം ഇപ്പോഴും നമുക്ക് ശരിക്കും അങ്ങോട്ട് ഇരുന്ന് പഠിക്കാനുള്ള ഒരു അവസരം ലഭിക്കാത്ത ആളുകളായിരിക്കും എന്നാണ് കൂടുതൽ ആളുകളും 90% ആളുകളും അങ്ങനെയുള്ള ആളുകളായിരിക്കും. ഒരുപക്ഷെ നിങ്ങൾ ഒന്നോ രണ്ടോ ആളുകളൊക്കെ മാത്രമായിരിക്കും ഈ വീഡിയോ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങളിൽ നിന്നത് പരമാവധി മറ്റുള്ളവരിലേക്കും കൂടി ഷെയർ ചെയ്യുക. തൊഴിൽ വീതി വീട്ടിൽ വരുത്തുന്നതാണ്. പക്ഷേ ആഴ്ചയിൽ ഒരു ദിവസം വരുന്ന ഈ ഒരു തൊഴിൽ വീതി പോലും ചിലപ്പോൾ നമ്മുടെ സിറ്റുവേഷൻസ് എന്ത് ചെയ്യാൻ കഴിയുന്നില്ല, ഇത് വായിക്കാനോ വർക്കൗട്ട് ചെയ്യാനോ ഒന്നും പറ്റുന്നില്ല. അപ്പോൾ ഇന്ന് മുതൽ ഞാൻ വർക്കൗട്ട് ചെയ്യുമ്പോൾ, ഞാൻ വായിക്കുമ്പോൾ അതൊരു വീഡിയോ കൂടി ചെയ്യാമെന്നുള്ള രീതിയിൽ ഇന്ന് തൊട്ട് ഞാൻ ഇതുപോലെ തൊഴിൽ വീതി, ആഴ്ചയിൽ വരുന്ന തൊഴിൽ വീതി ഞാൻ വീഡിയോ ആക്കിയിട്ട് ഇടാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിന് താല്പര്യം ഉണ്ടെന്നുണ്ട് കണ്ടിന്യൂസ് ആയിട്ട് ഈ വീഡിയോസൊക്കെ ഒന്ന് കാണുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഞാനിപ്പോൾ ഇന്ന് എടുത്തിട്ടുള്ളത് ജൂൺ 1 2024, ജൂൺ 1 2024 എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ തൊട്ട് മുന്നത്തേതൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ഓരോന്നായിട്ട് ഇന്നിപ്പോൾ ഫസ്റ്റ് ചെയ്യുന്നത് ഞാൻ ഈ ജൂൺ 1 അപ്പോൾ ഓരോന്നായിട്ട് ഞാൻ വീഡിയോ ചെയ്തിടാം. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതിൽ നിങ്ങൾ കുറേ വരഞ്ഞതും കുത്തിയതൊക്കെ കാണുന്നുണ്ടാവും. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾക്ക് വീട്ടമ്മമാരായിട്ടുള്ള ആളുകളും ഉണ്ടായിരിക്കും വീഡിയോ കാണുന്നവരിൽ. അപ്പോൾ എന്നെപ്പോലുള്ള ആളുകൾക്ക് കുട്ടികളൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ തന്നെ വിചാരിച്ചത്. അപ്പോൾ ഇന്നത്തെ ഫസ്റ്റത്തെ ഒരു പേജിൽ നമ്മൾ ഇന്ത്യ ഭൂമിശാസ്ത്രമാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇന്ത്യയുടെ തെക്ക് വടക്ക് ദൂരം എന്നാണ് ഹെഡിങ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റത്തെ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത്, ഈ പർവ്വതങ്ങളെ ഉയരം കൂടിയതിൽ നിന്ന് കുറഞ്ഞതിലേക്ക് എന്ന രീതിയിൽ ശരിയായി ക്രമപ്പെടുത്തുക എന്നാണ്. ഫസ്റ്റ് വൺ അവിടെ മൗണ്ട് എവറസ്റ്റ് ഉണ്ട്. രണ്ടാമത് കാഞ്ചൻജംഗ, നന്ദാദേവി, മൗണ്ട് കേറ്റു എന്നിങ്ങനെ 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ആ ഓപ്ഷൻസ് ഒക്കെ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, കറക്റ്റ് ഒരു ക്രമപ്പെടുത്തിയ രീതിയിൽ വെച്ചിട്ടുണ്ട്. അതിൻ്റെ താഴെ തന്നെ ആൻസർ തന്നിട്ടുണ്ട്. ബി ആണ് ആൻസർ വരുന്നത്. അപ്പോൾ ബി വരുന്നത് ഏറ്റവും ഉയരം കൂടിയതെന്ന് പറയുന്നത് മൗണ്ട് എവറസ്റ്റ് ആണ്. രണ്ടാമത്തേത് മൗണ്ട് കേറ്റു, മൂന്നാമത്തേത് കാഞ്ചൻജംഗ, നാലാമത്തേത് നന്ദാദേവി. അപ്പോൾ ഇതിൻ്റെ ഒക്കെ ഒരു വിശദീകരണം, അതൊക്കെ ഓരോന്നും എന്താണ്, ഓരോ പോയിന്റും എന്താണെന്നുള്ളത് കൂടി നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഒരാഴ്ച കൊണ്ട് നമുക്ക് ഒരു പേപ്പർ വർക്കൗട്ട് ചെയ്യാൻ കഴിയൂ എന്നുള്ളത് പറയാനുള്ള കാരണം. ഓരോ ഓപ്ഷൻ്റെയും പ്രത്യേകതകളും കാരണങ്ങളും ഒക്കെ എന്താണെന്നുള്ളത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ലോകത്തെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് മൗണ്ട് എവറസ്റ്റ്. അത് നേപ്പാളിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതിൻ്റെ ഉയരം എന്ന് പറയുന്നത് 8848.86 മീറ്ററാണ് വരുന്നത്. രണ്ടാമത്തെ ഉയരം കൂടിയ കൊടുമുടിയാണ് മൗണ്ട് കേറ്റു, ഗോഡ്വിൻ ഓസ്റ്റിൻ. അതിൻ്റെ ഉയരം എന്ന് പറയുന്നത് 8611 മീറ്ററാണ്. പാക് അധിനിവേശ കാശ്മീരിലാണിത് സ്ഥിതി ചെയ്യുന്നത്. മൂന്നാമത്തേത് പൂർണ്ണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഉയരം കൂടിയ രണ്ടാമത്തെ കൊടുമുടിയാണ് നന്ദാദേവി. അത് ഉത്തരാഖണ്ഡിലാണ്. അതിൻ്റെ ഉയരം എന്ന് പറയുന്നത് 7817 മീറ്ററാണ്. മൗണ്ട് എവറസ്റ്റ്, കാഞ്ചൻജംഗ, നന്ദാദേവി എന്നിവ ഹിമാലയൻ പർവ്വത നിരകളിലൊന്നായ ഹിമാദ്രിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഈ ഓരോ പോയിന്റുകളും നമ്മൾ എന്ത് ചെയ്യുക, ഓരോ ഓപ്ഷൻസും അതിനൊക്കെ ഓരോരോ കാര്യങ്ങളും കാരണങ്ങളും അതെവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് അതിൻ്റെ വിശദീകരണങ്ങൾ അടക്കമാണ് നമുക്കിവിടെ തന്നിട്ടുള്ളത്. അപ്പോൾ അത് ഓരോ കാര്യങ്ങളും മനസ്സിലാക്കിയിട്ട് തന്നെ പോവുക. പിന്നെ ട്രാൻസ് ഹിമാലയത്തിന് വടക്കായി സ്ഥിതി ചെയ്യുന്ന ഏറ്റവും ഉയരം കൂടിയ പർവ്വതനിരയായ കാരക്കോറം പർവ്വതനിരയിലാണ് മൗണ്ട് കേറ്റു സ്ഥിതി ചെയ്യുന്നത്. മൗണ്ട് കേറ്റു എവിടെയാണ് സ്ഥിതി ചെയ്യുന്നതെന്നും, ഇപ്പോൾ ഈ 4 ഓപ്ഷൻസും മൗണ്ട് എവറസ്റ്റ് ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ്. അതിൻ്റെ ഉയരം എന്ന് പറയുന്നത് 8848.86 മീറ്റർ ആണെന്ന് പറഞ്ഞു. പിന്നെ രണ്ടാമത്തേതെന്ന് പറയുന്നത് മൗണ്ട് കേറ്റു ആണ്. മൗണ്ട് കേറ്റുവിൻ്റെ ഉയരം നമ്മൾ പറഞ്ഞു. പിന്നെ ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഉയരം കൂടിയ രണ്ടാമത്തെ കൊടുമുടിയാണ് എന്ത്, കാഞ്ചൻജംഗ. നമ്മുടെ എവറസ്റ്റുകളുടെ, അതായത് കൊടുമുടികളുടെ ആ പർവ്വതനിരയുടെ വലിപ്പത്തിനനുസരിച്ച് ക്രമപ്പെടുത്തുമ്പോൾ കാഞ്ചൻജംഗ മൂന്നാമതായിട്ടാണ് വരുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് തന്നെ പോവുക. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് തെറ്റായ ജോഡി തിരഞ്ഞെടുക്കുക എന്നാണ്. അയോധ്യ സരയു
മിർസാപൂർ ഗംഗ, മധുര വൈഗ, രാജമുദ്രി ഗോദാവരി. അപ്പോൾ ഓപ്ഷൻ സി ആണ് ആൻസർ വരുന്നത്, മധുര വൈഗ. എന്താണ് അത് അങ്ങനെ ആയതെന്ന് നോക്കിയാൽ മധുര ഉത്തർപ്രദേശിലെ ഒരു ജില്ലയും വൈഗ ഒരു പട്ടണവുമാണ്. ഇത് യമുനയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. പിന്നെ തെക്കേ ഇന്ത്യയിലെ തമിഴ്നാട്ടിൽ വൈഗ നദിക്കരയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പൗരാണിക നഗരം കൂടിയാണ് എന്ത് മധുര എന്ന് പറയുന്നത്. മധുരൈ എന്ന് നമുക്ക് കേട്ടിട്ടുണ്ടാവുമായിരിക്കും അല്ലേ. ആ മധുര എന്ന് പറയുന്നത് ഈ തെക്കേ ഇന്ത്യയിലെ തമിഴ്നാട്ടിൽ വൈഗ നദിക്കരയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പൗരാണിക നഗരം കൂടിയാണത്. പിന്നെ പ്രധാന നദീതീര പട്ടണങ്ങൾ ഇവിടെ തന്നിട്ടുണ്ട്. വാരാണസി, ഋഷികേശ്, പട്ന, ഡൽഹി, ആഗ്ര, കൊൽക്കത്ത, മൈസൂർ. നദികൾ വാരാണസിയിലുള്ളത് ഗംഗയാണ്, ഋഷികേശിലും ഗംഗയാണ്, പട്നയിൽ ഗംഗയാണ്, ഡൽഹിയിൽ വരുന്നത് യമുനയാണ്, ആഗ്രയിലും യമുന, കൊൽക്കത്തയിൽ ഹൂഗ്ലി, മൈസൂരിൽ കാവേരി. അപ്പോൾ ഓരോ പട്ടണങ്ങളിലും ഏതൊക്കെയാണ് നദി എന്നത് കൂടി ഇവിടെ തന്നിട്ടുണ്ട്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. ഇന്ത്യയുടെ തെക്ക് വടക്ക് ദൂരം കിഴക്കു പടിഞ്ഞാറ് ദൂരത്തേക്കാൾ കൂടുതലാണ്. ഇന്ത്യയുടെ അക്ഷാംശം 68°7 കിഴക്ക്, 97°25 കിഴക്ക് എന്നിവയ്ക്കിടയിൽ സ്ഥിതി ചെയ്യുന്നു. ഇതിൽ ഏതാണ് ശരി? ഒന്ന് മാത്രം, രണ്ട് മാത്രം, ഒന്നും രണ്ടും ശരി, ഒന്ന് രണ്ടും തെറ്റി. ഇങ്ങനെയാണ് ഓപ്ഷൻ തന്നിട്ടുള്ളത്. ആൻസർ തന്നതുകൊണ്ട് തന്നെ നമുക്കറിയാം എ ആണ് ആൻസർ. ഒന്ന് മാത്രമുള്ളതിൽ ശരി അല്ലേ. അതിൽ ഒന്നാമത്തെ പ്രസ്താവനയാണ് ശരിയെന്ന് പറഞ്ഞു. അതായത് ഒന്നാമത്തെ പ്രസ്താവന ഇന്ത്യയുടെ തെക്കു വടക്ക് ദൂരം കിഴക്കു പടിഞ്ഞാറ് ദൂരത്തേക്കാൾ കൂടുതലാണ്. ഇന്ത്യയുടെ തെക്ക് വടക്ക് ദൂരം എന്ന് പറയുന്നത് കിഴക്ക് പടിഞ്ഞാറ് ദൂരത്തേക്കാൾ കൂടുതലായിരിക്കും. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ അതിൽ തന്നെ രണ്ടാമത്തെ പ്രസ്താവന എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണമല്ലോ അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അത് എന്താണെന്ന് ഇവിടെ തന്നിട്ടുണ്ട്. രണ്ടാമത്തെ പ്രസ്താവന തെറ്റാണ്. കാരണം ഇന്ത്യയുടെ അക്ഷാംശം 8°4 മുതൽ 37°6 വരെയാണ് ഉള്ളത്. അപ്പോൾ തന്നെ ഇവിടെ തന്നത് എന്താണ്? ഇന്ത്യയുടെ അക്ഷാംശം 68°7 കിഴക്ക്, 97°25 കിഴക്ക് എന്നിവയ്ക്കിടയിൽ സ്ഥിതി ചെയ്യുന്നതാണ്. അപ്പോൾ അത് തെറ്റാണ് എന്നാണ് പറയുന്നത്. ഓക്കെ, അടുത്തത് ഇന്ത്യയുടെ തെക്കുവടക്ക് ദൂരം 3214 കിലോമീറ്ററാണ്. ഇന്ത്യയുടെ കിഴക്കു പടിഞ്ഞാറ് ദൂരം 2933 കിലോമീറ്ററുമാണ്. ഇന്ത്യയുടെ രേഖാംശീയ വ്യാപ്തി പൂർവ്വരേഖാംശീയ 68°7 മുതൽ 97°25 വരെയാണ് എന്നാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഓരോ ക്വസ്റ്റ്യൻസ് നമ്മൾ വായിക്കുമ്പോഴും അതിൻ്റെ മറ്റു ഓപ്ഷനുകൾ എന്താണെന്ന് കൂടി നമുക്ക് നമ്മുടെ തൊഴിൽ വീതിയിലൂടെ മനസ്സിലാക്കി തന്നെ പഠിച്ച് പോകാൻ പറ്റുന്നുണ്ട്. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ കണ്ടിന്യൂസ് ആയിട്ടുള്ള വീഡിയോ വേണം എന്നുള്ളവർ കമൻറ്റ് ചെയ്യുക കേട്ടോ. അടുത്തത് നമ്മൾ ഇതിൽ നോക്കാൻ പോകുന്നത് തെറ്റായ ജോഡി ഏത്? ഹിന്ദുസ്ഥാൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് കൊൽക്കത്ത, ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സ് വിശാഖപട്ടണം, മസഗോൺ ഡോക്ക് മുംബൈ, ഹൂഗ്ലി ഡോക്ക് കൊൽക്കത്ത. ഇതിലേതാണ് ശരി? ആൻസർ വരുന്നത് ഒന്നും രണ്ടുമാണ് ശരി. ആൻസർ സി ആണ് വരുന്നത്. അതായത് ഒന്നാമത്തെ ജോഡി തെറ്റാണ്. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഹിന്ദുസ്ഥാൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് വിശാഖപട്ടണത്താണ്. ഹിന്ദുസ്ഥാൻ ഷിപ്പ്യാർഡ് പട്ടണം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? വിശാഖപട്ടണത്താണ്. രണ്ടാമത്തെ ജോഡിയും എന്താണ്? തെറ്റാണ്. അതിൻ്റെ കാരണം ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സ് കൊൽക്കത്തയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? അത് കൊൽക്കത്തയിലാണ് സ്ഥിതി ചെയ്യുന്നത്. പിന്നെ ഹിന്ദുസ്ഥാൻ കോപ്പർ ലിമിറ്റഡിൻ്റെ ആസ്ഥാനം എന്ന് പറയുന്നത് എവിടെയാണ്? അതും കൊൽക്കത്തയിലാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കപ്പൽ നിർമ്മാണശാല ഏതാണ്? കൊച്ചി ഷിപ്പ്യാർഡാണ്. ഇന്ത്യയിലെ ഏറ്റവും ആധുനികവൽക്കരിക്കപ്പെട്ട കപ്പൽ നിർമ്മാണശാലയും കൊച്ചിയിലാണ്. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞത് എന്തൊക്കെയാണ്? ക്വസ്റ്റ്യൻ ഇതായിരുന്നു. എന്താണ് തെറ്റായ ജോഡി ഏത്? ഹിന്ദുസ്ഥാൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് കൊൽക്കത്ത, ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സ് വിശാഖപട്ടണം, മസഗോൺ ഡോക്ക് മുംബൈ, ഹൂഗ്ലി ഡോക്ക് കൊൽക്കത്ത. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് ഒന്നും രണ്ടും മാത്രമാണ്. സി ആണ്. ഒന്നും രണ്ടും മാത്രമാണ് അതിൽ ശരിയായിട്ടുള്ളത് അല്ലേ. അതെന്താണ്? ഒന്നാമത്തെ ജോഡി എന്താണ്? തെറ്റാണ്. ഒന്നാമത്തെ ജോഡി തെറ്റാണ്.
അത് തെറ്റാകാനുള്ള കാരണം എന്താണ്? ഇത് കറക്റ്റാണോ കൊടുത്തിട്ടുള്ളത്? അല്ല, ഒരിക്കലും കറക്റ്റ് അല്ല കൊടുത്തത്. തെറ്റായ ജോഡിയല്ലേ നമ്മളോട് കണ്ടെത്താൻ പറഞ്ഞത്. അപ്പോൾ തെറ്റായ ജോഡി തന്നെയാണ് 1, 2. ബാക്കിയൊക്കെ കറക്റ്റാണ്. കാരണം എന്താ വെച്ചാൽ ഒന്നാമത്തെ ജോഡി തെറ്റായത് ഹിന്ദുസ്ഥാൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? വിശാഖപട്ടണത്താണ്. രണ്ടാമത്തേത് ഗാർഡൻ റിഷിപ്പ് ബിൽഡേഴ്സ് കൊൽക്കത്തയിലും ആണ്. പിന്നെ നമ്മൾ ഇവിടെ എന്താ പഠിച്ചത്? ഹിന്ദുസ്ഥാൻ കോപ്പർ ലിമിറ്റഡ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ആസ്ഥാനം എവിടെയാണ്? കൊൽക്കത്തയിലാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കപ്പൽ നിർമ്മാണശാല കൊച്ചി ഷിപ്പ്യാർഡാണ്. ഇന്ത്യയിലെ ഏറ്റവും ആധുനികവൽക്കരിക്കപ്പെട്ട കപ്പൽ നിർമ്മാണശാലയും കൊച്ചിയിലാണ്. അടുത്തത് പ്രസ്താവനകൾ പരിഗണിക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇന്ത്യയിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന തടാകമാണ് ചോലാമു തടാകം. ചോലാമു തടാകം സിക്കിമിൽ സ്ഥിതി ചെയ്യുന്നു. ഇതിൽ ആൻസർ സി ആണ് വരുന്നത്. 1ഉം 2ഉം ശരി എന്നതിലാണ് വരുന്നത്. ഇന്ത്യയിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന തടാകം സിക്കിമിലെ ചോലാമു തടാകം തന്നെയാണ് അല്ലേ. പിന്നെ ഇന്ത്യയിൽ ഏറ്റവും വലിയ തടാകമാണ് ഏത്? ചിൽക്ക തടാകം. ചിൽക്ക തടാകം എവിടെ സ്ഥിതി ചെയ്യുന്നത്? ഒഡീഷയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ. പിന്നെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് ജമ്മു കാശ്മീരിലെ വൂളാർ തടാകം. ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ശുദ്ധജല തടാകമാണേത്? കൊല്ലേരു തടാകം. കൊല്ലേരു തടാകം ആന്ധ്രാപ്രദേശിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇപ്പം നമ്മൾ പറഞ്ഞത് എന്തൊക്കെയാണ്? ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന തടാകമാണ് സിക്കിമിലെ ചോലാമു തടാകം. ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാകമാണ് ചിൽക്ക തടാകം. ചിൽക്ക തടാകം ഒഡീഷയിലാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് ജമ്മു കാശ്മീരിലെ വൂളാർ തടാകം. ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ശുദ്ധജല തടാകമാണ് കൊല്ലേരു തടാകം. കൊല്ലേരു തടാകം ആന്ധ്രാപ്രദേശിലാണ്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യനും പ്രസ്താവനകൾ പരിഗണിക്കുക എന്ന് തന്നെയാണ്. ഇന്ത്യയിൽ സംസ്ഥാന പദവി നഷ്ടപ്പെടുകയും കേന്ദ്രഭരണ പ്രദേശമായി മാറുകയും ചെയ്ത ആദ്യ സംസ്ഥാനമാണ് ജമ്മു കാശ്മീർ. ഏറ്റവും കൂടുതൽ രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ കേന്ദ്രഭരണ പ്രദേശമാണ് ജമ്മു കാശ്മീർ. ആൻസർ വരുന്നത് എ ആണ്. ഒന്നാമത്തെയാണ് ശരി. അതായത് പ്രസ്താവന 2 തെറ്റാവാനുള്ള കാരണം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ കേന്ദ്രഭരണ പ്രദേശം ലഡാക്കാണ്. ചൈന, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ എന്നീ രാജ്യങ്ങളുമായിട്ട് ലഡാക്ക് എന്ത് ചെയ്യുന്നുണ്ട്? അതിർത്തി പങ്കിടുന്നുണ്ട്. ജമ്മു കാശ്മീർ വിഭജന ബിൽ രാജ്യസഭയിൽ അവതരിപ്പിച്ചതും ആഭ്യന്തരമന്ത്രി അമിത് ഷാ ആണ്. ജമ്മു കാശ്മീർ വിഭജന ബിൽ രാജ്യസഭ പാസാക്കിയത് 2019 ഓഗസ്റ്റ് 5-നാണ്. ജമ്മു കാശ്മീർ വിഭജന ബിൽ ലോക്സഭ പാസാക്കിയത് 2019 ഓഗസ്റ്റ് 6-നാണ്. ജമ്മു കാശ്മീർ വിഭജന ബിൽ രാഷ്ട്രപതി ഒപ്പുവെച്ചത് 2019 ഓഗസ്റ്റ് 9-നാണ്. അപ്പോൾ ഈ ഡേറ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാതെ നോക്കുക. ജമ്മു കാശ്മീർ വിഭജന ബില്ല് ലോക്സഭ പാസാക്കിയത് 2019 ഓഗസ്റ്റ് 6-നാണ്. ജമ്മു കാശ്മീർ വിഭജന ബിൽ രാഷ്ട്രപതി ഒപ്പുവെച്ചത് 2019 ഓഗസ്റ്റ് 9-നാണ്. ജമ്മു കാശ്മീർ വിഭജന നിയമം നിലവിൽ വന്നത് 2019 ഒക്ടോബർ 31-നാണ്. ജമ്മു കാശ്മീർ വിഭജന നിയമപ്രകാരം ജമ്മു കാശ്മീരിന് സംസ്ഥാന പദവി നഷ്ടമാവുകയും 2 കേന്ദ്രഭരണ പ്രദേശങ്ങളായി ജമ്മു കാശ്മീർ ലഡാക്ക് വിഭജിക്കുകയും ചെയ്തു. അടുത്തത് ഈ ഒരു ഭാഗത്തിൽ, അതായത് നമ്മുടെ ഇന്ത്യയുടെ തെക്കുവടക്ക് ദൂരം ഭൂമിശാസ്ത്രത്തിലെ ലാസ്റ്റ് ഇതിലെ അവസാനത്തെ ക്വസ്റ്റ്യൻ ആണ്. ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. താൽച്ചർ താപവൈദ്യുത നിലയം സ്ഥിതി ചെയ്യുന്നത് ഒഡീഷയിലാണ്. സിപ്പെറ്റ് കോർബ ഛത്തീസ്ഗഡിൽ സ്ഥിതി ചെയ്യുന്നു. ദാദ്രി റിഹാന്ദ് എന്നിവ ഒഡീഷയിൽ സ്ഥിതി ചെയ്യുന്നു. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ബി ആണ്. 1ഉം 2ഉം മാത്രമാണ് ശരിയായിട്ടുള്ളത്. അതായത് പ്രസ്താവന 3-മത്തത് തെറ്റാവാൻ കാരണം എന്താണ്? ദാദ്രി റിഹാന്ദ് എന്നിവ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തർപ്രദേശിലാണ്. അതെവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഒഡീഷയിലല്ല സ്ഥിതി ചെയ്യുന്നത്, ഉത്തർപ്രദേശിലാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഊർജ്ജ സ്രോതസ്സാണ് എന്ത്? താപവൈദ്യുത നിലയങ്ങൾ എന്ന് പറയുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഊർജ്ജ സ്രോതസ്സ് എന്താണ്? താപവൈദ്യുത നിലയങ്ങളാണ് അല്ലേ. കൽക്കരി, പെട്രോളിയം, പ്രകൃതിവാതകം എന്നിവ ഉപയോഗിച്ചാണ് താപവൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്. ഇന്ത്യയിൽ 300-ലധികം താപവൈദ്യുതി നിലയങ്ങൾ ഉണ്ട്. അപ്പോൾ നമുക്ക് ഒറ്റ നോട്ടത്തിൽ ഒന്നുകൂടി ഇന്നത്തെ ഇതിൽ എന്തൊക്കെയാണ് പറഞ്ഞതെന്ന് നോക്കാം. അതായത് ഫസ്റ്റ് നമ്മൾ പഠിച്ചത്
എവറസ്റ്റുകൾ, അതായത് പർവ്വതങ്ങൾ ഉയരം കൂടിയതിൽ നിന്ന് കുറഞ്ഞതിലേക്ക് ക്രമപ്പെടുത്താനാണ് പറഞ്ഞത്. അപ്പോൾ ഏറ്റവും ഉയരം കൂടിയത് മൗണ്ട് എവറസ്റ്റ്, രണ്ടാമത്തേത് മൗണ്ട് K2, മൂന്നാമത്തേത് കാഞ്ചൻജംഗ, നാലാമത്തേത് നന്ദാദേവി. ഇങ്ങനെയാണ്. പിന്നെ അത് ഓരോന്നും എന്താണെന്നുള്ളത് നമ്മൾ വിശദീകരിച്ചു കഴിഞ്ഞു. പിന്നെ തെറ്റായ ജോഡി തിരഞ്ഞെടുക്കാൻ പറഞ്ഞു. തെറ്റായ ജോഡി ഏതായിരുന്നു? സി മധുരവൈഗയാണ്. മധുരവൈഗ തെറ്റായതിൻ്റെ കാരണം എന്താണ്? മധുരവൈഗ ഉത്തർപ്രദേശിലെ ജില്ലയും പട്ടണവുമാണ്. ഇത് യമുനയുടെ തീരത്താണ്. തെക്കേ ഇന്ത്യയിലെ തമിഴ്നാട്ടിലാണ് വൈഗ നദിക്കരയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പൗരാണിക നഗരമാണ് മധുര എന്ന് പറയുന്നത്. പിന്നെ പ്രധാന നദീതീരങ്ങളും പട്ടണങ്ങളൊക്കെ നമ്മൾ പഠിച്ചു. വാരാണസിയിൽ ഗംഗയാണ്, ഋഷികേശിൽ ഗംഗയാണ്, പട്നയിൽ ഗംഗയാണ്, ഡൽഹിയിൽ യമുന, ആഗ്ര യമുന, കൊൽക്കത്ത ഹൂഗ്ലി, മൈസൂർ കാവേരി എന്നിങ്ങനെയാണ് പോകുന്നത്. പിന്നെ നമ്മൾ എന്താണ്, പ്രസ്താവനകൾ ശരിയായതും തെറ്റായതൊക്കെ കണ്ടെത്താനാണ് പിന്നീട് കൂടുതലുണ്ടായത്. അപ്പോൾ ഈ കാര്യങ്ങൾ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്ത് കണ്ട് കാര്യങ്ങൾ വ്യക്തമാക്കി മനസ്സിലാക്കി ഈ ഒരു വീഡിയോയിലൂടെ തന്നെ നിങ്ങൾ പഠിച്ചു പോവുകയാണെന്നുണ്ടെങ്കിൽ മറ്റൊരു ഇത് വായിക്കേണ്ട ഇതിൻ്റെ ആവശ്യം വരില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എങ്കിലും റിപ്പീറ്റ് ചെയ്ത് പോവുക. ഒറ്റ വായന കൊണ്ടോ ഒരു തവണ ക്ലാസ് കേട്ടത് കൊണ്ടോ ഒന്നും ആവില്ല. റിപ്പീറ്റ് ചെയ്ത് ക്ലാസ് കേട്ടോണ്ടേ പോവുക. അപ്പോൾ അടുത്ത ഒരു ഭാഗം എന്ന് പറയുന്നത് കറണ്ട് അഫേഴ്സാണ്. അത് മറ്റൊരു വീഡിയോയിൽ കൊണ്ടുവരുന്നതായിരിക്കും. അപ്പോൾ ബാക്കി വീഡിയോക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. ഓക്കെ, ആൾ ബൈ.